ലോട്ടറി അടിച്ച ഭാഗ്യശാലികളെയും ഏജൻസികളെയും ഒരേപോലെ ചതിച്ച് സമ്മാനാർഹമായ ടിക്കറ്റുകളുമായി മുങ്ങി ആഡംബര ജീവിതം നയിക്കുന്ന അന്തർ സംസ്ഥാന തട്ടിപ്പുകാരൻ ഒടുവിൽ കേരള പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. മലപ്പുറം എടപ്പാളിലെ ലോട്ടറി കടയിൽ നിന്ന് വൻതുക സമ്മാനം ലഭിച്ച ടിക്കറ്റുകൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ തമിഴ്നാട് മധുര സ്വദേശിയായ ഗണേഷിനെയാണ് മാസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കോയമ്പത്തൂരിലെ പീളമേട്ടിൽ നിന്ന് പോലീസ് നാടകീയമായി വലയിലാക്കിയത്. എടപ്പാളിലെ അമ്മ ലോട്ടറി ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യവെയാണ് ഉടമയെ കബളിപ്പിച്ച് ഇയാൾ ലക്ഷങ്ങൾ സമ്മാനത്തുകയുള്ള ലോട്ടറിയുമായി കടന്നു കളഞ്ഞത്. പീളമേട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അതീവ രഹസ്യമായി നീങ്ങിയ അന്വേഷണ സംഘം പ്രതിയെ കൃത്യമായി സ്പോട്ട് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പത്രപരസ്യം കണ്ട് ജോലിക്കെത്തുന്ന പ്രതികൾ ഉപയോഗിക്കുന്ന സങ്കീർണമായ തട്ടിപ്പ് രീതികളാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത്. പ്രതിയായ ഗണേഷ് ജോലിക്ക് കയറാൻ തമിഴ്നാട്ടിലെ മധുരയിലുള്ള വ്യാജ ആധാർ കാർഡ് വിലാസമാണ് നൽകിയിരുന്നത്. ഇയാൾക്ക് ബന്ധുക്കൾ ആരുമില്ലെന്നായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസത്തോളമായി തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ലോട്ടറി ഏജൻസികളിൽ മാറി മാറി ജോലി ചെയ്ത് വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷമാണ് ഇയാൾ മോഷണം ആസൂത്രണം ചെയ്തത്. സമ്മാനാർഹമായ ടിക്കറ്റുകൾ കൈക്കലാക്കിയ ശേഷം തൃശൂരിനും കോട്ടയത്തിനും ഇടയിലുള്ള ഏകദേശം 20ഓളം ഏജൻസികളിൽ ഈ ടിക്കറ്റുകൾ മാറി നൽകി ലക്ഷക്കണക്കിന് രൂപ ഇയാൾ നേരിട്ട് കൈക്കലാക്കുകയായിരുന്നു. ഈ പണം ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം കോട്ടയം, മൂന്നാർ, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആഡംബര ഉല്ലാസയാത്രകൾ നടത്തുകയായിരുന്നു ഇയാളുടെ പതിവ്. ഈ തട്ടിപ്പ് കേവലം ഒരു വ്യക്തിയെ മാത്രമല്ല, കേരളത്തിലെ ചെറുകിട ബിസിനസ് മേഖലയെയും സാധാരണക്കാരായ ലോട്ടറി ഏജന്റുമാരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും പൂർണ്ണമായി ബാധിക്കുന്ന ഒന്നാണ്. തങ്ങളുടെ നിത്യജീവിത വരുമാനത്തിനായി കഷ്ടപ്പെടുന്ന ലോട്ടറി വ്യാപാരികളുടെ വിശ്വാസ്യതയെ ചൂഷണം ചെയ്ത് വ്യാജ തിരിച്ചറിയൽ രേഖകളിലൂടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. ഒളിവിൽ പോയ ഉടൻ തന്നെ തന്റെ പഴയ മൊബൈൽ നമ്പറുകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് പ്രതി കോവൈ, കാഞ്ചീപുരം, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ച് പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശാസ്ത്രീയമായ സൈബർ തെളിവുകളുടെയും ടവർ ലൊക്കേഷനുകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ കൃത്യമായ നീക്കത്തിനൊടുവിലാണ് കോയമ്പത്തൂരിലെ പീളമേട്ടിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കവെ ഇയാൾ കുടുങ്ങിയത്. തിരൂർ ഡിവൈഎസ്പി AM സിദ്ദിഖിന്റെ കർശന നിർദ്ദേശപ്രകാരം ചങ്ങരംകുളം പോലീസും തിരൂർ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായാണ് തമിഴ്നാട്ടിൽ വെച്ച് ഈ പ്രതിയെ പിടികൂടിയത്. ചങ്ങരംകുളം SI നസിയ M സാഹിബ്, ഡാൻസ് ഓഫ് ടീമിലെ SIമാരായ രാജേഷ്, ജയപ്രകാശ്, CPOമാരായ ശ്രീഷ്, ഉണ്ണികൃഷ്ണൻ, ചങ്ങരംകുളം സ്റ്റേഷനിലെ ഹരികൃഷ്ണൻ, രാകേഷ് എന്നിവരടങ്ങിയ ശക്തമായ അന്വേഷണ സംഘമാണ് ഈ കേസിലെ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ബിസിനസ് സ്ഥാപനങ്ങളും ലോട്ടറി ഏജൻസികളും തങ്ങളുടെ ജീവനക്കാരുടെ ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ കൃത്യമായി ലോക്കൽ പോലീസ് സ്റ്റേഷൻ വഴി വെരിഫിക്കേഷൻ നടത്തണം എന്ന കർശനമായ നിർദ്ദേശമാണ് പോലീസ് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് നൽകുന്നത്. ഇത്തരം അന്തർ സംസ്ഥാന തട്ടിപ്പ് ശൃംഖലകളെ കുറിച്ചും അവർ ഉപയോഗിക്കുന്ന വ്യാജരേഖകളെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാകുക എന്നത് ഓരോ പൗരന്റെയും സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും സമാനമായ വലിയ ചതിക്കുഴികളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും. സമൂഹത്തിൽ കൂടുതൽ ജാഗ്രത ഉറപ്പുവരുത്തുന്നതിനായി ഈ നിർണായകമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.